ഭക്തിയുടെ മഹാസമുദ്രത്തിൽ മുരുകന്റെ കൃപ മഴയായി പെയ്യുന്ന അദ്ഭുത ദിനമാണ് തൈപ്പൂയം. ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ വിശുദ്ധ ദിനം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ദൈവിക അവസരമാണ്. 2026 വരുന്ന തൈപ്പൂയം നിങ്ങളുടെ ജീവിതം തന്നെ മാറാൻ പോകുന്ന ഒരു ദിനമാകാം. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തില് എല്ലാം ശ്രമിച്ചിട്ടും ഒന്നും ശരിയായി നടക്കാത്ത അവസ്ഥയിലാണോ നിങ്ങൾ? എത്ര പ്രാർത്ഥിച്ചാലും ഫലം കാണുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? കടങ്ങള്, രോഗങ്ങള്, കുടുംബ പ്രശ്നങ്ങള്, ജോലി തടസ്സങ്ങള്, വിവാഹ വൈകിപ്പുകള് ഇതെല്ലാം ഒരുമിച്ച് ജീവിതത്തെ തളർത്തുന്ന സമയത്ത് ദൈവം നൽകുന്ന ഒരു മഹാ അവസരമാണ് തൈപ്പൂയം. വർഷത്തിലെ ഒരിക്കൽ മാത്രം വരുന്ന ഈ പുണ്യദിനം ശരിയായി ആചരിച്ചു കഴിഞ്ഞാൽ ജീവിതം തന്നെ മാറിമറയും എന്നുള്ളതാണ്. 2026 തൈപ്പൂയം വരുന്നത് ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ്. തമിഴ് മാസമായിട്ടുള്ള തൈ മാസത്തിലെ പൂഴം നക്ഷത്രം ഒന്നിക്കുന്ന ദിനമാണ് തൈപ്പൂയം. പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് 2026 ഫെബ്രുവരി 1 പുലർച്ചെ 1:34 പൂയം നക്ഷത്രം അവസാനിക്കുന്നത് 2026 ഫെബ്രുവരി 1 രാത്രി 11:58 അതായത് പുലർച്ചെ മുതൽ രാത്രി വരെ മുഴുവൻ ദിവസം തന്നെ തൈപ്പൂയത്തിന്റെ ശക്തിയുള്ള അത്യന്തം പുണ്യ സമയമാണ്. ഈ ദിവസം ഒരു നിമിഷം പോലും വ്യർത്ഥമാക്കാതെ ദൈവസ്മരണയിൽ ചെലവഴിച്ചാൽ അതിന്റെ ഫലം ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് മാറും എന്നതാണ്. ഇന്നത്തെ വീഡിയോയിലെ തൈപ്പൂയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അന്നേ ദിവസം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം ആ പുണ്യദിനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തൈപ്പൂയത്തിന് എന്തുകൊണ്ട് ഇത്ര ശക്തി വന്നു എന്നുള്ളതാണ്. തൈപ്പൂയം ഒരിക്കലും സാധാരണ ഒരു ഉത്സവമല്ല. ഇത് മുരുക ഭഗവാന്റെ ദൈവീക ശക്തി ഭൂമിയിൽ ഏറ്റവും ശക്തമായിട്ട് പ്രകടമാകുന്ന ദിനമാണ്. പുരാണങ്ങൾ പറയുന്നത് ഈ ദിവസം ദേവി പാർവതി മുരുകന് ദൈവിക ആയുധമായ വേൽ നൽകിയ ദിനമാണെന്നാണ്. വേൽ എന്നത് ഒരു ആയുധം മാത്രമല്ല, അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ശക്തിയാണ്, ദോഷങ്ങളെ തുരത്തുന്ന ശക്തിയാണ്, കർമ്മബന്ധങ്ങളെ മുറിക്കുന്ന ശക്തിയാണ്, ജീവിതത്തെ രക്ഷിക്കുന്ന ദൈവിക ഊർജമാണ്. അതുകൊണ്ടാണ് തൈപ്പൂയം ദിവസം മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ വലിയ തടസ്സങ്ങൾ പോലും നശിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് മുരുക ഭഗവാന്റെ ജനന കഥയൊന്ന് പറയാം. ഒരു കാലത്ത് സൂരപത്മൻ എന്ന അസുരൻ 3 ലോകങ്ങളും കബളിപ്പിച്ചു. ദേവന്മാർ പോലും അവന്റെ ശക്തിക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വന്നു. ദേവലോകം മുഴുവൻ ഭീതിയിലായി. അപ്പോൾ ദേവന്മാർ ശിവഭഗവാനെ ശരണം പ്രാപിച്ചു. പരമേശ്വര, ഈ ലോകത്തെ രക്ഷിക്കാൻ ഒരു ശക്തി വേണം. ശിവഭഗവാൻ ധ്യാനത്തിൽ പ്രവേശിച്ചു. അപ്പോൾ അഗ്നിദേവൻ, വായുദേവൻ, ആകാശം, സമുദ്രം എല്ലാം ചേർന്ന് ഒരു ദൈവിക ശക്തി രൂപപ്പെട്ടു. ആ ശക്തിയിൽ നിന്നാണ് മുരുക ഭഗവാൻ ജനിച്ചത്. പിന്നീട് ദേവി പാർവതി മുരുകനെ സ്വന്തം മകനായി സ്വീകരിച്ചു. ഒരു ദിവസം പാർവതി ദേവി മുരുക ഭഗവാന് ദൈവിക വേൽ നൽകി. ദേവി പറഞ്ഞു, മകനെ, ഈ വേൽ നിനക്ക് മാത്രം നൽകിയതല്ല, ലോകത്തെ രക്ഷിക്കാൻ നൽകിയതാണ്. ആ വേലിന്റെ ശക്തിയാൽ മുരുകൻ സൂരപത്മനെ നേരിട്ടു. ഭീകരമായ യുദ്ധം നടന്നു. അവസാനം മുരുകന്റെ വേൽ സൂരപത്മനെ നശിപ്പിച്ചു. അന്നു മുതൽ മുരുകൻ ദോഷനായകൻ, ദുരിതഹാരകൻ, ഭക്തരുടെ രക്ഷകൻ എന്ന നിലയിൽ പൂജിക്കപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് തൈപ്പൂയത്തിന്റെ ആത്മീയമായ അർത്ഥത്തെക്കുറിച്ച് പറയാം. തൈപ്പൂയം പുറമെ കാണുന്ന സമയത്ത് ഒരു ഉത്സവം മാത്രമായിരിക്കാം. പക്ഷെ ആത്മീയമായി നോക്കിയാൽ സൂരപത്മൻ നമ്മുടെ അഹങ്കാരമാണ്, നമ്മുടെ ഭയമാണ്, നമ്മുടെ നെഗറ്റീവ് ചിന്തകളാണ്, നമ്മുടെ ദുഷ്കർമ്മങ്ങളാണ്. മുരുക ഭഗവാൻ നമ്മുടെ ഉള്ളിലെ ദൈവിക ശക്തിയാണ്. വേൽ എന്ന് പറയുന്നത് ജ്ഞാനമാണ്, വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ തൈപ്പൂയം എന്നത് നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ നശിപ്പിക്കുന്ന ദിനമാണ്, ജീവിതത്തിലെ തടസ്സങ്ങളെ തകർക്കുന്ന ദിനമാണ്, ആത്മീയമായ ഉണർവിന്റെ ദിനമാണ്. ഇനി ഈ ഒരു തൈപ്പൂയത്തിന്റെ ജ്യോതിഷപരമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. തൈ മാസം എന്ന് പറയുന്നത് സൂര്യൻ മകരരാശിയിൽ പ്രവേശിക്കുന്ന അത്യന്തം ശക്തിയുള്ള മാസമാണ്. പൂയം നക്ഷത്രം ബൃഹസ്പതിയുടെ നക്ഷത്രമാണ്. ബൃഹസ്പതി എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ഗ്രഹമാണ്,
ഭാഗ്യത്തിന്റെ ഗ്രഹമാണ്, ഗുരുവിന്റെ ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ തൈമാസവും പൂയം നക്ഷത്രവും ഒന്നിക്കുന്ന ദിനം മഹാഭാഗ്യ യോഗങ്ങളാണ് കൊണ്ടുതരുന്നത്. ആത്മീയ ശക്തി യോഗങ്ങളാണ് കൊണ്ടുതരുന്നത്. കർമ്മ വിമോചന യോഗങ്ങളാണ് കൊണ്ടുതരുന്നത്. ഈ ദിവസം ചെയ്യുന്ന ഒരു ചെറിയ പൂജ പോലും വലിയ ഫലമായിട്ട് മാറും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് എത്ര പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്, ഒരു ദിവസം കൊണ്ട് എന്ത് മാറ്റം വരും? പക്ഷെ ചരിത്രം പറയുന്നുണ്ട്, ഒരു ദിവസം ജീവിതം മാറ്റിയ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ളത്. കാരണം ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുത്തിരിക്കും. അത്തരം ഒരു സമയം തന്നെയാണ് ഈ ഒരു തൈപ്പൂയം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് തൈപ്പൂയ ദിവസം രാവിലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം. സൂര്യോദയത്തിന് മുൻപ് ഉണരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കുന്നവർക്ക് ആ സമയത്ത് എഴുന്നേൽക്കാം. കൂടുതലായും അമ്മമാര്, പ്രായമുള്ള അമ്മമാരായിരിക്കും ഈ ആചാരങ്ങളൊക്കെ പാലിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അനുഷ്ഠാനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അമ്മമാർക്കും പ്രായമുള്ളവർക്കൊക്കെ ആ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവര് നിർബന്ധമായിട്ടും സൂര്യോദയത്തിന് മുൻപ് ഉണരുക എന്നുള്ളതാണ്. ശരീരം മാത്രമല്ല, മനസ്സും ശുദ്ധമാക്കണം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് കുളിച്ച് ശരീരശുദ്ധി വരുത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ മനസ്സും ശുദ്ധമാക്കണം. സാധ്യമായാൽ നെയ്യോ എണ്ണയോ ചേർത്ത ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ ഉത്തമമാണ്. കുളി കഴിഞ്ഞ ശേഷം വെളുത്ത അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അതിവിശേഷമാണ്. ശുദ്ധമായ മനസ്സോടെ വീട്ടിലെ പൂജാമുറിയിലേക്ക് പോകുക. മുരുക ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിലായിട്ട് ഒരു നെയ്ദീപം തെളിയിച്ചു വയ്ക്കുക. സാധിക്കുന്നവരെ വീട്ടിൽ 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കണം, ഭദ്രദീപം തെളിയിക്കണം. അതിനുശേഷം നമുക്ക് ഭഗവാന്റെ മുന്നിലായിട്ട് ഒരു മൺചിരാതില് നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് വിളക്ക് തെളിയിക്കാം. ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു ദീപം തെളിയിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, ഭഗവാനെ മുരുക, എൻ്റെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും നീക്കി എന്നെ നിന്റെ കൃപയിൽ നിലനിർത്തേണമേ. ഈ ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ശക്തമായിട്ടുള്ള മുരുക പൂജകളുണ്ട്. അതിനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ശുദ്ധജലം എടുക്കുക. അത് മുരുകന്റെ ചിത്രത്തിന് മുന്നിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ വേലുണ്ടെങ്കിൽ അതിന്റെ മുന്നിലായിട്ട്, അല്ലെങ്കിൽ വിഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ മുന്നിലായിട്ട് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് കുങ്കുമം, ചന്ദനം, വിഭൂതി എന്നിവ അർപ്പിക്കുക. പുഷ്പങ്ങൾ അർപ്പിക്കുക. സാധ്യമാവുകയാണെങ്കിൽ ചെമ്പരത്തി, മുല്ല, താമര എന്നീ പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിനുശേഷം പാല്, തേന്, വെള്ളം കൊണ്ട് ചെറിയ അഭിഷേകം നടത്തുക. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള മന്ത്രമുണ്ട്. ഓം ശരവണഭവായ നമഃ. കുറഞ്ഞത് 108 തവണ ഈ ഒരു മന്ത്രം ജപിക്കണം. ഓം ശരവണഭവായ നമഃ. ഈ മന്ത്രം 108 തവണ ജപിക്കുക. സമയം കിട്ടുമെങ്കിൽ, സാധിക്കുമെങ്കിൽ 1008 തവണ ജപിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഉത്തമമാണ്. ഈ മന്ത്രം ശബ്ദമായിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ മനസ്സിൽ തന്നെ ജപിച്ചാലും ഫലം ലഭിക്കും. സാധിക്കുമെങ്കിൽ ഒരു മിതമായിട്ടുള്ള സൗണ്ടിൽ പറയാം, ആ സൗണ്ടിൽ ഈ ഒരു മന്ത്രം ജപിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ തന്നെ ജപിച്ചാലും ഫലം ലഭിക്കും. ഇനി തൈപ്പൂയ വ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. തൈപ്പൂയ വ്രതം എന്ന് പറയുന്നത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധീകരണമാണ്. വ്രതം തുടങ്ങേണ്ടത് പുലർച്ചെയാണ്. അതായത് തൈപ്പൂയ ദിവസം, ഞായറാഴ്ച ദിവസം പുലർച്ചെ മുതൽ രാത്രി വരെയാണ് നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടത്. സാധ്യമായാൽ തൈപ്പൂയത്തിന് മുൻപുള്ള ദിവസം രാത്രി മുതൽ വ്രതം ആരംഭിക്കാം. അതായത് നാളെ മുതൽ, ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഒരിക്കലെടുത്തുകൊണ്ട് വ്രതം ആരംഭിക്കാം. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതി. തലേ ദിവസം ഒരിക്കലെടുത്തുകൊണ്ടാണ് നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇനി വ്രതത്തിലുള്ള ഭക്ഷണങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള വ്രതങ്ങളുണ്ട്. പൂർണ്ണ ഉപവാസം, അതായത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാല് മാത്രം കുടിച്ചുകൊണ്ട് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാം. ഇനി രണ്ടാമതായിട്ട് ലഘുവ്രതം, അതായത് പഴങ്ങള്, പാല്, ഇളനീര്, സാത്വിക ഭക്ഷണം എന്നിവ കഴിച്ചുകൊണ്ട് ലഘുവ്രതമായിട്ടും അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി സാധാരണ വ്രതം എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ട്, വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചുകൊണ്ട്, ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടും സാധാരണ വ്രതം പോലെയും അനുഷ്ഠിക്കാം. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ വ്രതം അനുഷ്ഠിക്കാനായിട്ട്. ഭഗവാൻ ഒരിക്കലും നിങ്ങളോട് പൂർണ്ണ ഉപവാസം തന്നെ ഇരിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയാണോ അനുവദിക്കുന്നത് ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് തൈപ്പൂയ ദിവസം നിർബന്ധമായിട്ടും ചെയ്യേണ്ട 7 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ദിവസം ചെയ്താൽ ഫലമുറപ്പുള്ള 7 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം മുരുകന്റെ നാമസ്മരണമാണ്. ദിവസം മുഴുവൻ മുരുകന്റെ നാമം ഓർത്തുകൊണ്ടേയിരിക്കുക.
രണ്ടാമതായിട്ട് ദാനധർമ്മങ്ങളാണ്. സാധ്യമാവുകയാണെങ്കിൽ ഒരു ദരിദ്രനെങ്കിലും ഭക്ഷണം നൽകാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം ക്ഷമയാണ്. നമ്മളോട് തെറ്റ് ചെയ്തവരോട് പോലും നമ്മൾ ക്ഷമിക്കാനായിട്ട് പഠിക്കണം. നാലാമത്തെ കാര്യം നന്ദിയാണ്. ജീവിതത്തിൽ ഉള്ളതിനെക്കുറിച്ച് ദൈവത്തോട് നന്ദി പറയുക. അഞ്ചാമത്തെ കാര്യം വ്രതം, ശരീര നിയന്ത്രണമാണ്. ആറാമത്തെ കാര്യം ക്ഷേത്ര ദർശനമാണ്. മുരുകക്ഷേത്രം സന്ദർശിക്കാനായിട്ട് ശ്രമിക്കുക. ഏഴാമത്തെ കാര്യം പ്രതിജ്ഞയാണ്. ഒരു നല്ല ശീലമെങ്കിലും ജീവിതത്തിൽ തുടങ്ങാൻ തീരുമാനിക്കുക എന്നതാണ്. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ തൈപ്പൂയ ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവും, വലിയ അത്ഭുതങ്ങൾ തന്നെ ഉണ്ടാവും. അപ്പം നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ പാലിക്കാം. ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. വീടിനടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ 2 നേരം ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി തൈപ്പൂയ ദിവസം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതുകൂടെ ഒന്ന് പറയാം. ഈ ദിവസം ചെയ്യരുതാത്ത കാര്യങ്ങൾ വെറും ആചാരം മാത്രമല്ല, അവയ്ക്ക് പിന്നിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. മദ്യപാനം പാടില്ല, മനസ്സിന്റെ ശുദ്ധി നഷ്ടപ്പെടും എന്നുള്ളതാണ്. മാംസാഹാരം കഴിക്കാനായിട്ട് പാടില്ല, കാരണം സാത്വികത കുറയും. വീട്ടിലെ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനായിട്ട് പാടില്ല, കാരണം ദൈവിക ഊർജം തടസ്സപ്പെടും എന്നുള്ളതാണ്. അസത്യം പറയാനായിട്ട് പാടില്ല, കാരണം കർമ്മബന്ധം ശക്തമാകും എന്നുള്ളതാണ്. നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരാതെ സൂക്ഷിക്കുക, കാരണം ആത്മീയ ശക്തി കുറയും എന്നുള്ളതാണ്. ദുഷ്ടവാക്കുകൾ അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല, കാരണം മനസ്സിലെ ദൈവികത നശിക്കും എന്നുള്ളതാണ്. ഈ ദിവസം നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, അതാണ് നമ്മുടെ ഭാവി രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇനി അടുത്തത് മുരുകമന്ത്രങ്ങളുടെ ശക്തിയെക്കുറിച്ച് പറയാം. ഏറ്റവും പ്രധാന മന്ത്രം എന്ന് പറയുന്നത് ഓം ശരവണഭവായ നമഃ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്നെ രക്ഷിക്കുന്ന ദൈവിക ശക്തിക്ക് നമസ്കാരം എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് വേൽ മന്ത്രമുണ്ട്. ഓം വെട്രിവേലായ നമഃ. ഓം വെട്രിവേലായ നമഃ. ഇതിന്റെ അർത്ഥം വിജയത്തിന്റെ ദൈവിക ശക്തിക്ക് നമസ്കാരം എന്നതാണ്. ഇനി മൂന്നാമതായിട്ട് കാവടി മന്ത്രമാണ്. ഓം സുബ്രഹ്മണ്യായ നമഃ. എന്താണ് കാവടി മന്ത്രം? ഓം സുബ്രഹ്മണ്യായ നമഃ. ഇതിന്റെ അർത്ഥം മുരുക ഭഗവാനോട് സമർപ്പണം എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പ്രത്യേക പ്രാർത്ഥനകൾ, ജീവിത പ്രശ്നങ്ങൾ മാറാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥനകൾ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്, മുരുക എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി എനിക്ക് വഴികാട്ടണമേ, എൻ്റെ കടബാധ്യതകൾ നീക്കിയണമേ, എൻ്റെ കുടുംബത്തിൽ സമാധാനം നൽകണമേ, എൻ്റെ രോഗങ്ങൾ ശമിപ്പിക്കണമേ, എൻ്റെ മനസ്സിലെ ഭയം നീക്കണമേ, എൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമേ, എൻ്റെ മക്കളുടെ കല്യാണം നടക്കണമേ, എൻ്റെ മക്കൾക്ക് ഒരു സന്താനം ഉണ്ടാവണമേ. അങ്ങനെ എന്താണോ നിങ്ങളുടെ ആവശ്യം അത് നിങ്ങൾക്ക് അന്നേ ദിവസം ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഭഗവാനെ അറിയിക്കാവുന്നതാണ്. 100% ഉറപ്പായിട്ടും അടുത്ത തൈപ്പൂയത്തിന് മുന്നേ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ അത് നിങ്ങൾക്ക് കൊണ്ടുതരും എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള കാര്യമാണ്. വർഷങ്ങളായിട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒരു തൈപ്പൂയം കഴിഞ്ഞാൽ പതിയെ മാറാൻ തുടങ്ങും. കാരണം തൈപ്പൂയം ഒരു ദിവസം മാത്രമല്ല, ഒരു ദൈവിക തിരുമുറ്റമാണ്. ഇനി നമുക്ക് തൈപ്പൂയ വ്രതത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് നോക്കാം. പലർക്കും തോന്നാം ഒരു ദിവസം വ്രതമെടുത്താൽ എന്ത് മാറ്റം വരും. പക്ഷേ വേദങ്ങളും പുരാണങ്ങളും പറയുന്നുണ്ട്, വ്രതം എന്നത് ശരീര നിയന്ത്രണം മാത്രമല്ല, മനസ്സിന്റെ ശുദ്ധീകരണം കൂടിയാണ്, കർമ്മശുദ്ധി കൂടിയാണ്, ആത്മീയ ഉണർവ് കൂടിയാണ് നൽകുന്നത്. ഈ ദിവസം നമ്മൾ ഭക്ഷണം കുറയ്ക്കുമ്പോൾ മനസ്സ് കൂടുതൽ ശുദ്ധമാകും എന്നുള്ളതാണ്. മനസ്സ് കൂടുതൽ ശുദ്ധമാകുന്ന സമയത്ത് ദൈവിക ശക്തി നമ്മളിലേക്ക് അടുത്തു വരും. അതുകൊണ്ടാണ് തൈപ്പൂയ വ്രതം വളരെ ശക്തമാണെന്ന് പറയുന്നത്. ഇനി കാവടി എന്ന് പറയുന്നത്, പല ആളുകൾക്കും ഈ ഒരു തൈപ്പൂയ ദിവസം വരുന്ന സമയത്ത് കാവടിയെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടാകും. കാവടി ഒരു ആചാരം മാത്രമല്ല, അത് ഒരു ആത്മീയ യാത്രയാണ്. പുരാണ കഥ പറയുന്നുണ്ട്, ഒരു കാലത്ത് ഇടുമ്പൻ എന്നൊരു ഭക്തൻ മുരുകന്റെ ആജ്ഞപ്രകാരം 2 പർവ്വതങ്ങൾ ചുമന്ന് നടക്കുകയായിരുന്നു. അത് തന്നെയാണ് കാവടിയുടെ ആരംഭം. ഇടുമ്പന്റെ ഭക്തി കണ്ട മുരുകൻ പറഞ്ഞു, എന്നെ വിശ്വസിച്ച് കാവടി എടുക്കുന്നവരുടെ എല്ലാ തടസ്സങ്ങളും ഞാൻ നീക്കും. അതിനാൽ കാവടി ഭാരമല്ല, സമർപ്പണമാണ്. കാവടി എടുക്കുന്നത് ജീവിതത്തിലെ ഭാരങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ്, ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. ഇനി തൈപ്പൂയം സ്ത്രീകൾക്ക് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ദിനമാണ്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്.
തൈപ്പൂയം സ്ത്രീകൾ അനുഷ്ഠിക്കുന്നത് വഴി സന്താനഭാഗ്യം വർദ്ധിക്കും, കുടുംബ സമാധാനം വർദ്ധിക്കും, ഭർത്താവിന്റെ ആരോഗ്യവും ഭാഗ്യവും വർദ്ധിക്കും എന്നുള്ളതാണ്. പുരുഷന്മാർക്കും തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. നല്ല ചിന്തകൾ വളരാനായിട്ട്, നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. കുട്ടികൾ തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. പഠന വിജയത്തിനും മനസ്സിന്റെ ശുദ്ധിക്കും നല്ല സ്വഭാവത്തിനും കുട്ടികൾക്കും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി തൈപ്പൂയ ദിവസം സന്ധ്യാസമയത്തും നമ്മൾ വീട്ടിൽ ദീപം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അന്നേ ദിവസം സന്ധ്യയ്ക്കും നമ്മൾ ഭദ്രദീപം തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക, മുരുക, ഭഗവാനെ, എൻ്റെ ജീവിതത്തിലെ ഇരുട്ട് നീക്കി എനിക്ക് വെളിച്ചം കാണിച്ചു തരണമേ. അതുപോലെ തന്നെ സാധ്യമായി കഴിഞ്ഞാൽ മൗനവ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ്. 15 മിനിറ്റ് മൗനത്തിലിരിക്കുക. ഈ സമയത്ത് നമ്മൾ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഭഗവാനോട് നന്ദി പറയുക. എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഭഗവാനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക. അന്നേ ദിവസം വൈകുന്നേരം കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും കുടുംബ ഐശ്വര്യവും ഐക്യവും വർദ്ധിപ്പിക്കാൻ വളരെ ഉത്തമമാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാനായിട്ട് പ്രത്യേക മന്ത്രങ്ങളുണ്ട്, അതുകൂടൊന്ന് പറയാം. കടബാധ്യതകളൊക്കെ മാറാനായിട്ട് ഓം സുബ്രഹ്മണ്യായ നമഃ, രോഗശമനത്തിനായിട്ട് ഓം ശരവണഭവായ നമഃ, വിവാഹ തടസ്സം മാറാനായിട്ട് ഓം വെട്രിവേലായ നമഃ, തൊഴിൽ പുരോഗതിക്കായിട്ട് ഓം കുമാരസ്വാമിയെ നമഃ. ഈ മന്ത്രങ്ങൾ വിശ്വാസത്തോടെ 108 തവണ ജപിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം എന്താണോ അത് ഭഗവാൻ നൽകിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണത്തെ തൈപ്പൂയ വ്രതം എല്ലാവരും അനുഷ്ഠിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിലെ പൂജകൾ ചെയ്യുക. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ മുരുക ഭഗവാനിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓം ശരവണഭവായ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.